അടിപൊളിയായിരിക്കും. മാത്രമല്ല അതിന്റെ ഓലയൊക്കെ നല്ല വിരിഞ്ഞ നല്ല കിടുക്കാച്ചായിട്ടിരിക്കുവോ. ഈ ഒരു തെങ്ങ് മാത്രമേ ഉള്ളൂ? അത് വേറെ ഉണ്ട്. ഇത് അടുക്കളയാ. ഈ അടുക്കളയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നല്ല വൃത്തിയാവണം. 2 ചാള അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോയി 2 ചാള കൊല്ലമാണ്. നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാടി കടപ്പുറത്തൊക്കെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ ഇതേപോലെ നല്ല കുരുമുളകൊക്കെ അങ്ങോട്ട് പറിച്ചിട്ടേ നല്ല പോലെ അങ്ങോട്ട് എടുത്ത് ചതച്ചിട്ട് വാഴയിലേക്കകത്ത് വെച്ചങ്ങോട്ട് പൊള്ളിച്ച് ബോൺസായി വാഴ. അടിപൊളി. ഇതിനൊന്ന് വാഴ കൊല വന്നിട്ടുണ്ടോ? ഇത് കൊല വരാൻ വേണ്ടി നിൽക്കുന്നു. പക്ഷെ ഇത് സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് ഏകദേശം 2-2.5 കൊല്ലമായി. വെള്ളമുണ്ട്. ചെറിയ കിളികളും കുരങ്ങന്മാരൊക്കെ ഇതിനകത്ത് മരത്തിലൊക്കെ കിടന്നുകൊണ്ട് ഇതിനകത്ത് വെള്ളം എടുത്ത് കുടിക്കും. പക്ഷെ തെങ്ങിനെ എന്താണ് ഈ രൂപത്തിലാക്കി വെച്ചേക്കുന്നത്? എത്ര വർഷം പഴക്കമുണ്ട് ഇതിന്? ഇത് ഏകദേശം ഒരു 4 കൊല്ലം പഴക്കമുള്ള ഒരു തെങ്ങാണ്. ഒരുപാട് പേര് വന്ന് കണ്ടിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് ഒക്കെ വന്നിട്ടുള്ള ഒരു തെങ്ങാണ്. കണ്ടില്ലേ? തേങ്ങ പിടിക്കുവോ? ഇത് തേങ്ങ പിടിക്കുവാൻ സാധ്യതയുള്ളതാണ്. കണ്ടില്ലേ? ചവിട്ടിൽ നമ്മൾ ഫോൺ ഉപയോഗിച്ചാൽ അടുത്ത് വെച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ തെങ്ങാന്നേ പറയത്തുള്ളൂ. അതെ, ഏകദേശം 2 ഇഞ്ച് കനവേ ഉള്ളൂ ഇതിന്റെ തടിക്ക്. അതായത് ഈ നിൽക്കുന്ന വലിയ തടിയില്ലേ, അത് ദാണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് 2 ഇഞ്ച് വിരല് വെച്ച് നോക്കുതോ ഇത്രത്തോളമുള്ള ആ തടി. ചെടിച്ചട്ടി നമ്മളൊന്ന് റീപ്ലാന്റ് ചെയ്ത് കാണിക്കാന്ന് വിചാരിച്ചു. അങ്ങനെ എടുത്തല്ലേ ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അതിനെ ഇപ്പൊ ഊര്യങ്ങളെത്ത് ഇത്രത്തോളം മണ്ണേ ഉള്ളൂ. താണ്ടേ ഒരു തെങ്ങ് കൈ പിടിച്ചോണ്ട് നിൽക്കുവോ. അതാണ് ഒരു തെങ്ങ്. ഒരു 4 വർഷത്തോളം പഴക്കം ചെയ്യുന്ന ഒരു തെങ്ങാണ് കയ്യിലിരിക്കുന്നത്. അതെ, പിടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. മാത്രമല്ല അതിന്റെ ഓലയൊക്കെ നല്ല വിരിഞ്ഞ നല്ല കിടുക്കാച്ചായിട്ടിരിക്കുവോ. ഈ ഒരു തെങ്ങ് മാത്രമേ ഉള്ളൂ? അത് വേറെയുണ്ട്. കാണിയോ? ദാണ്ടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ബോൺസൈ ആക്കാൻ തന്നെ വെച്ചേക്കുന്ന തെങ്ങാണ്. അതിനകത്ത് ചെറിയ തേങ്ങയുണ്ട്. അതിന്റെ കൂടെ തന്നെ വേര് താഴോട്ട് വന്ന് ആ വേരിന്റെ സപ്പോർട്ടിൽ ആ തെങ്ങ് നിൽക്കുന്നത് തന്നെ. ഇതിനകത്ത് താണ്ടിരിക്കുന്ന തേങ്ങ ഷേവ് ചെയ്ത് നിർത്തിയേക്കുവാ തെങ്ങ്. ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതിനകത്ത് വാഴ ഒരുപാട്. ഇത് 1972-75 അടിയന്തരാവസ്ഥ കാലത്ത് നമ്മളെ കൊല്ലം ജില്ലയിലുണ്ടായിരുന്ന ഒരു നഴ്സറിയാണ്. പ്രവർത്തനമുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ കാണുന്നതല്ല. ഈ കാണുന്ന മൊത്തം അതിന്റെ ഭാഗമാണ്. ഇതിനകത്ത് റംബുട്ടാൻ മുതൽ ഇങ്ങോട്ടുള്ള പലതരം പഴച്ചെടികള്, പൂച്ചെടികള്, അതേപോലെ തന്നെ ഇമ്പോർട്ടഡ് പ്ലാന്റുകള്, അതേപോലെ തന്നെ ആനച്ചെവിയന്മാരുടെ ഒരു ചാകര തന്നെ ഉണ്ട്. അതെല്ലാം കാണിച്ചു തരാം. എന്നെ ഞെട്ടിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുമല്ലേ? അതെ. അന്നേരം ഇപ്പൊ കാണാൻ പോകുന്ന ബോൺസായി വാഴയാണ് ഈ കാണാൻ പോകുന്നത്. അത് നമ്മൾ ബോൺസായി വാഴ എന്ന് പറയുമ്പോൾ വാഴയൊക്കെ ഏകദേശം ഒരു 6, 7, 8 മാസം വരെ നിൽക്കത്തുള്ളൂ. അതെ, സാധാരണ ഈ ബോൺസായി വാഴ എന്ന് പറഞ്ഞ ആൾക്കാർ വിശ്വസിച്ചേ പറ്റൂ. കാര്യം എന്ന് പറഞ്ഞാൽ 1.5 കൊല്ലം 2 കൊല്ലം മുമ്പ് തന്നെ ഇതിന്റെ വീഡിയോ ഓൾറെഡി വൈറൽ ആയിട്ടുള്ള വീഡിയോ ആണ്. ആ വാഴ തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും കാണാനായിട്ട് സാധിക്കാം. ഓക്കെ, എന്നാ പോട്ടെ. ഒരുപാട് സാധനങ്ങൾ ഇരുവശത്തും ഓരോരോ കാഴ്ചകളായിരിക്കും. തൈകൾ ഉണ്ടാക്കുന്ന പോലുള്ള ഏതാ ജോലിക്കാരുണ്ട്. 10-18 പേരോളം ജോലിക്കാരുണ്ട്. അതെ, ഒരുപാട് വലുതാണ്ട്. കണ്ടില്ലേ? ഇതാണ് ബോൺസായി വാഴ. അടിപൊളി. ഇതിനൊന്ന് വാഴ കൊല വന്നിട്ടുണ്ടോ? ഇത് കൊല വരാൻ വേണ്ടി നിൽക്കുന്നു. പക്ഷെ ഇത് സാധനം ഇവിടെ കൊണ്ടുവന്നിട്ട് ഏകദേശം 2-2.5 കൊല്ലമായി. ഒരു വാഴ കൊലയ്ക്കാൻ എത്ര നാള് വേണം? നമ്മളെല്ലാരും 6 മാസം 7 മാസം. ദാണ്ടേ ഇത് ഏകദേശം 1.5-2 കൊല്ലം മുമ്പ് ഇതിന്റെ പ്ലാന്റ് ഇവിടെ നിന്ന് എടുത്ത വീഡിയോ നമ്മളെ ചാനലിലും ഫേസ്ബുക്ക് പേജിലും ഒക്കെ കിടപ്പുണ്ട്. അയ്യോ, അത് നശിച്ചിട്ടില്ല ഇപ്പോഴും. ഇതുവരെ ആ ചട്ടി പോലും മാറ്റിയിട്ടില്ല. തൈകൾ താണ്ട് വരുന്നവരല്ല. ഇത് ഡബിൾ മഹോയി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. അങ്ങനെ പ്രത്യേകത ഉണ്ടല്ലേ? ഈ ചട്ടിയിൽ വെച്ചിട്ട് ഇപ്പൊ ഏകദേശം ഒരു 2-2.5 കൊല്ലത്തിന് മേളിലായി. ഇതുവരെ നശിച്ചിട്ടുമില്ല. അതിനകത്ത് ഒരില പോലും അധികം പോകുന്നില്ല. കൊല വന്നായിരുന്നെങ്കിൽ അത് ഒന്നും കൂടെ ട്രെൻഡിങ് പോയാനെ, കീഴിലായനെ. ഒരു കൊല വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അതെ. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇത് അടുത്ത കൊല്ലം അടിപൊളിയായിട്ട് വരുമെന്ന്. ഇതാണ്ട് തൈകളൊക്കെ അതേപോലെ തന്നെ ഉഷാറായിട്ട് വരുന്നുണ്ട്. നല്ല കനം. താണ്ട് 2 വാഴ, താണ്ട് ഇതൊരു വാഴ, താണ്ട് 2 തൈകള് എല്ലാം കൂടെ ആയിട്ട് നിൽക്കുവാണ്. എന്റെ പേര് പറഞ്ഞില്ല. എന്റെ പേര് ജിതേഷ് എന്നാണ്. ജിതേഷ് കുമാർ നഴ്സറിയിലെ ഒരു സ്റ്റാഫാണ്. സ്റ്റാഫാണോ? സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മുതലാളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുതലാളിമാരൊന്നും അല്ല. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ഇടപഴകാൻ വേണ്ടി അവരോട് സംസാരം കേട്ടോ. ഇതിന്റെ മൊത്തത്തിൽ ഒരു എന്തോ പറയുന്നത്, ഇത് മൊത്തം ചേട്ടനെന്ന് വിചാരിച്ച ആദ്യം. ഞാൻ കുമാർ നഴ്സറിയുടെ ഓണറുടെ മകനാണ്. അടിപൊളി. അതാണ് മകനാണ്. സ്റ്റാഫാണ്, മകനുമാണ്. ഓക്കെ. ചേട്ടനുണ്ട്, പുള്ളി ഇവിടെ തന്നെ ഉണ്ട്. അതെ. ബാക്കിയൊക്കെ ഒന്ന് കണ്ടാലോ? വേറെ എന്താ ഇവിടെ വെറൈറ്റി? വേറെ ബോധിവൃക്ഷം, അതേപോലെ കൃഷ്ണനാല്, അതേപോലെ വേറെ എന്തൊക്കെയാ നിങ്ങൾക്ക് കാണണ്ട അതെല്ലാം ഇവിടെ ഉണ്ട്. എന്നാ പോട്ടെ അങ്ങോട്ട്. ഫിഡിൽ ലീഫ് ഫിഗ് അത്തിപ്പഴത്തിന്റെ ഒരു വെറൈറ്റിയാണ്. പക്ഷെ ഇത് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റുന്ന അത്തിപ്പഴമാണ്. ഈ പ്ലാന്റ് ഒന്ന് നോക്കി വെച്ചോ. നിങ്ങളെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള വേറൊരു സാധനം കൂടി ഇവിടെ തന്നെ ഉണ്ട്. എന്നാ പോട്ടെ.
ചേട്ടൻ തകർക്കുന്നു, തകർത്ത് തരിപ്പണമാക്കുന്നതാണ് കണ്ടില്ലേ. ഇപ്പൊ നമ്മൾ കണ്ട ഫിഗ് ആണ്, അതിന്റെ ഇലയ്ക്ക് 2 കളറുള്ള ഇമ്പോർട്ടഡ് ഫിഗ് ആണ് ഈ കാണുന്നത്. ഇതിന്റെ പ്രത്യേകത, ഇത് ഫിഡിൽ ലീഫ് ഫിഗിന്റെ വേരിഗേറ്റഡ്, അതായത് ഇലയ്ക്ക് 2 നിറമുള്ള ഫിഡിൽ ലീഫ് ഫിഗ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് താണ്ട് ഈ കാണുന്നത്. നിങ്ങളെ മുന്നിൽ വെച്ച് കാണിച്ചിരുന്നു പുതിയ വെറൈറ്റി, അടിപൊളി ഫിഡിൽ ലീഫ് ഫിഗിന്റെ വേരിഗേറ്റഡ് വെറൈറ്റി. സ്നേക്ക് പ്ലാന്റ്, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ആണ് ഈ കാണുന്നത്. പാമ്പ് ചെടി എന്നറിയപ്പെടും, സർപ്പപ്പോള എന്നൊക്കെ അറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. അതിന്റെ പുതിയ വെറൈറ്റി. പോരട്ടെ, അടുത്തുനിന്നാണ് ഞെടിക്കാൻ പോകുന്നത്. ആണ്ടേ പലതരം ചേമ്പിനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനകത്ത് തന്നെ കൊളക്കേശി, അതായത് കോഫി കപ്പ് എന്നറിയപ്പെടുന്ന ചേമ്പിനമാണ് ഈ കാണുന്ന ചേമ്പിനം. ഇതെന്താ ഉപയോഗം എന്തുവാ? ഇതെന്ന് പറഞ്ഞാൽ കാട്ടിലൊക്കെ കുരങ്ങന്മാര് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ മഴ സംഭരണിയായിട്ട് ഇത് യൂസ് ചെയ്യും. വെള്ളം ഇതിനകത്ത് നമ്മളിപ്പോ കണ്ടില്ലേ, വെള്ളമുണ്ട്. ചെറിയ കിളികളും കുരങ്ങന്മാരൊക്കെ ഇതിനകത്ത് മരത്തിലൊക്കെ കിടന്നുകൊണ്ട് ഇതിനകത്ത് വെള്ളം എടുത്ത് കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ കമ്പത്തി കുടിക്കാറുണ്ട് അല്ലെ. അതേപോലെ തന്നെ കൊച്ചു കിളികൾക്കെല്ലാം അത് പ്രകൃതിയാ ഒരുക്കുന്ന ഓരോ സാധനമാണ്. ഒരു അലങ്കാര ചെടിയാണ്. അലങ്കാര ചെടിയാണ്. കലാത്തിയ, ലൂട്ടിയ പൂക്ക പോലെ വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചെടികളിൽ ഒരു ഐറ്റം ആണ്. ഇതിന്റെ തന്നെ പല കാരണം ഇങ്ങനെ കൂർത്തി നിൽക്കുന്നുണ്ട്, വെള്ളം എല്ലാം സംഭരിച്ചിട്ട് അതിനൊരു ഗുണവും കൂടെ ഉണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു വലിയ ലാൻഡ്സ്കേപ്പ് ഏരിയ ഒക്കെ വെക്കാനായിട്ട് ലോ മെയിൻ്റനൻസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചേമ്പ്, ഒരു ഐഡിയ കൂടിയാണ്. മുൻവശത്ത് വരും. അതേപോലെ തന്നെ ഇതിന്റെ ഫറവോ മാസ്ക് എന്നൊക്കെ പറയുന്ന ലക്ഷങ്ങൾ വില ഉണ്ടായിരുന്ന ചെടിയാണ്. പക്ഷെ എന്നാ ഇപ്പൊ നമ്മൾ ഈ കൊളക്കേഷ്യയിൽ തന്നെ ഒരുപാട് ഇനങ്ങളുണ്ട്. അതിനകത്ത് കൊളക്കേഷ്യയുടെ കോഫി കപ്പ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഈ കാണുന്ന വെറൈറ്റി. അതേപോലെ തന്നെ വൈറ്റ് ലാവ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഇത്. അതിന്റെ പ്രത്യേകത എന്താണ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയ്ക്ക് നല്ല കളറാണ്. ഇത് വെക്കുമ്പോ, ഇത് മാത്രമായിട്ട് വെക്കുമ്പോഴത്തേക്ക് ആളുകൾക്ക് ഒരു കൗതുകം തോന്നത്തില്ല. അതിനിടയ്ക്ക് വേറെ കളറും വേറെ നിറവും വേറെ അങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ആളുകൾ കുറെ നേരം കൂടെ നിന്ന് നോക്കും, ഇത് എന്തുവാ ഈ സാധനം, വട്ടാണോ ചേമ്പ് വെച്ചിട്ട് ഇങ്ങനെ വീടൊക്കെ അലങ്കരിക്കുന്ന സംഭവം. ലോ മെയിൻ്റനൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ കൂടിയാണ്. ഇവിടെ വന്ന് നമ്മൾ ഈ ഗാർഡനിൽ വന്നു കഴിഞ്ഞാല് നമ്മളെ അലങ്കാര ചെടികളും അതുകൂടാതെ തന്നെ കുരുമുളക്, വാഴ, ചെറിയ ചെറിയ വാഴ ഇരിക്കുന്നുണ്ടായിരുന്നു. ചെറിയ ടിഷ്യൂ കൾച്ചർ വാഴ മുതല് സാധാ നമ്മൾ കന്ന് വരെ നമുക്ക് ഇവിടെ വെടിയാണ്. എക്സോട്ടിക് ഫ്രൂട്ട് വേറെ ഉണ്ട്. അതായത് വൈറ്റ് ലോങ്ങൻ ഉണ്ട്. അതേപോലെ തന്നെ എന്താ പറയാ, റംബുട്ടാൻ, മാംഗോസ്റ്റിൻ, പുലോസാൻ, ഡ്രാഗൺ ഫ്രൂട്ട്, ബറാബ, ലോങ്കന്റെ ചെറിയ വെറൈറ്റി. അത് പറയുന്നതനുസരിച്ച് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റികള്. കാണാപ്പടം പഠിച്ചു മൊത്തം പറയുമായിരുന്നു. നമ്മളെ പണിയതല്ലേ പോയി, അത് നമ്മൾ പറഞ്ഞ് തഴക്കവും പഴക്കവും വന്നുപോയി. അതുകൊണ്ടാണ്. അതേപോലെ തന്നെ പേര് ഏതൊക്കെ പുതിയ വെറൈറ്റി വരാൻ സാധ്യതയുണ്ടോ അത് നമ്മൾ കണ്ടെത്തി നമ്മളിവിടെ വളർത്തിയെടുക്കാറാണ് പതിവ്. അതേപോലെ തന്നെ ഇനി നമ്മൾ കാണാൻ വന്നത് കുരുമുളക് ചട്ടിയിൽ നിർത്തി ബുഷാക്കി നിർത്തിയേക്കുന്ന കുരുമുളക് ബുഷാക്കി ഒരുപാട് ഹൈറ്റ് വെക്കാതെ. അതെ, കൈരളി. നമ്മുടെ വീടിന്റെ അടുക്കള വശത്ത് വെക്കാൻ പറ്റും. അടുക്കള വശത്ത്, ഇത് അടുക്കളയാ. ഈ അടുക്കളയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നല്ല വൃത്തിയാവണം. 2 ചാള, അല്ലെങ്കിൽ നമ്മൾ മാർക്കറ്റിൽ പോയി 2 ചാള കൊല്ലമാണ്. നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാടി കടപ്പുറത്തൊക്കെ മീൻ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇതേപോലെ നല്ല കുരുമുളകൊക്കെ അങ്ങോട്ട് പറിച്ചിട്ടേ നല്ല പോലെ ഇങ്ങോട്ട് എടുത്ത് ചതച്ചിട്ട് വാഴയിലേക്കകത്ത് വെച്ചങ്ങോട്ട് പൊള്ളിച്ച് നല്ലൊരു ഡിഷായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റും. അന്നേരം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഫ്ലാറ്റിലായാലും ചെറിയ ചെറിയ വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് സുഖമായിട്ട്. പിന്നെ ഒരു പ്ലാന്റാ ഇത്. ഇതാണ്ടേ ഭായി, ഒരു പ്ലാന്റ് ആണ്. അതായത് കണ്ട ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഇതേപോലെ പറിച്ചെടുത്തൂടെ. എപ്പോഴും കാണുന്നത് മിക്കവാറും അത് സീസൺ ഇല്ലാതെ കഴിക്കുന്ന വെറൈറ്റികൾ മേടിച്ച് വെക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ഉണ്ടല്ലേ? അതെ, അമ്മന്റെ കൈരളി പോലുള്ള വെറൈറ്റികൾ, അതേപോലെ തന്നെ പന്നിയൂറ്, കൊറ്റനാടൻ, കരിയിലാഞ്ചി, ഒരുപാട് വെറൈറ്റി ഉണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നമുക്ക് ഇതെടുത്ത് അരച്ച് നമുക്ക് മീനൊക്കെ അത്യാവശ്യം കുരുമുളക് അല്ലെങ്കിൽ ഇതിനൊന്ന് കിട്ടും. ഒരു വർഷം പോലെ നോക്കിയതാ എന്തുമാത്രമാണെന്ന് നോക്കുക. ഇപ്പൊ തന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നോക്ക് എത്രത്തോളം കുരുമുളക് അതിനകത്ത് പിടിച്ചു കിടക്കുന്നതെന്ന് നോക്ക്. അതെ അതെ അതെ, ഒരു ചട്ടി. ചേട്ടൻ താത്ത് നോക്കി, ആരോഗ്യം കൂടി ഉണ്ടാകണ്ടെന്ന്. പിന്നെ ഇതൊക്കെ രസമല്ലേ. അതേപോലെ തന്നെ ഇത് ആരോഗ്യത്തിന്റെ രഹസ്യം. ഇവിടെ ഇങ്ങനെ കൃഷി ചെയ്യുന്ന സംഭവം കഴിച്ചാൽ കുറെ ഐറ്റം ഉണ്ടെന്നേ. അതേപോലെ തന്നെ കണ്ടില്ലേ, ഈ മരം മൊത്തം ഫേണുകളാ. സ്റ്റാഗോൺ എന്ന് പറഞ്ഞ വെറൈറ്റി ഫേണുകളാണ് ഈ കാണുന്നത്. അതിനകത്ത് തന്നെ പല ഇനങ്ങള്. ഇതൊരു വെറൈറ്റി. ഇത് വാൻഡേ എന്ന് പറയുന്ന വെറൈറ്റി ആണ് ഈ കാണുന്നത്. എനിക്ക് ആ സാധനം എന്തോന്ന് അറിയത്തില്ല, ഒന്ന് പറഞ്ഞു വ്യക്തമായിട്ടൊന്ന്. ഇത് സ്റ്റാഗോൺ ഫേൺ. നമ്മളെ സാധാരണ പന്നൽ ചെടിയില്ലേ,
നമ്മളെ കാട്ടിലും അതേപോലെ തടിയിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന അതിന്റെ പല വെറൈറ്റികളുണ്ട്. അതിനകത്ത് ഫേൺ വെറൈറ്റി, അതായത് ഈ പന്നൽ ചെടിയുടെ ഒരു വിഭാഗമാണ് ഈ കാണുന്നത്. അതെ, ഈ സാധനം വിദേശത്ത് നിന്ന് വരുമ്പോ അതിന് വില ഭയങ്കരമാണ്. നാട്ടിലെ പന്നൽ ചെടി നമ്മളെടുത്ത് മറ്റേ ഈ കിണറിനകത്തൊക്കെ ഉള്ളത് നമ്മൾ പറിച്ചു കളയും. വിദേശത്ത് നിന്ന് വരുന്ന വെറൈറ്റി നമ്മൾ ഇതേപോലെ അലങ്കരിക്കും. ഭയങ്കര ഡിമാൻഡാണ് സാധനം, റെയർ ആണ്. പാലോട് ഓരോന്നിനും പേരുണ്ട്. ഇത് വാൻഡെ, അത് പനാമ ഹില്ലി, പനാമ ഹില്ലി, അങ്ങനെ ഒരുപാട് പേരുകളുള്ള പല വെറൈറ്റികളാണ്. താണ്ട് ഈ ഇങ്ങോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാണ്ട് ഓരോ വെറൈറ്റികൾ ഈ മരത്തിൽ. ഒന്നും രക്ഷ, നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. ഒരു നഴ്സറി നടത്തുന്ന ആളുകൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഈ നഴ്സറിയുടെ വിജയം എന്ന് പറയുന്നത് തന്നെ വെറൈറ്റീസ് ആണ്. കൊല്ലം രണ്ടാംകുറ്റി ശാരദ കല്യാണ മണ്ഡപത്തിനടുത്തുള്ള കുമാർ നഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം കാണാനായിട്ട്. ഇതെല്ലാം നമുക്ക് റൂട്ട് സ്റ്റോക്ക് മാവ്, അതായത് നമ്മൾ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാവ്. അത് തന്നെ ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന മാവിനെ നമ്മൾ ഒട്ടിച്ചു വെച്ചേക്കുന്നതാണ് ദൈ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ ഇതേപോലെ ഒട്ടിച്ചൊട്ടിച്ച് പ്ലാന്റുകൾ ഉണ്ടാക്കുന്ന ഇതെല്ലാം ഗ്രാഫ്റ്റിംഗ് ആണ്. സെൻട്രൽ ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ്. അതായത് നമ്മൾ കൊല്ലംകാര, ഈ കൊല്ലത്ത് ഒരുപാട് അന്യം നിന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന മാവുകളുണ്ട്. കർപ്പൂര മാങ്ങ, കൊളംബി മാങ്ങ, പിന്നെ കിളിച്ചുണ്ടൻ മാങ്ങ, മൂവാണ്ടൻ മാങ്ങ, അങ്ങനെ കുറച്ച് വെറൈറ്റികളുണ്ട്.